ഇലക്കറി കഴിച്ചാൽ കണ്ണിന് കാഴ്ച കിട്ടുന്ന ഡോക്ടർമാര് പറഞ്ഞേക്കണം. പായല്ല ചുരുട്ടി വലിച്ചപ്പോ പിടിച്ചകത്തിട്ടേക്കണം. ഇത് എന്തൊരു നാടാണ്. ഓ സാർ വരാൻ നേരത്തെ ഇമ്മാതിരി ഡയലോഗ് അടിച്ചാൽ നിന്റെ അണ്ണാക്കടിച്ച് പൊട്ടിക്കും. കൊറേ നേരെ തുടങ്ങിട്ട് സിയാനമരക്കുള്ള മരുന്നൊക്കെ നമ്മളെ എന്നാ വരുമ്പോ കാണാം കേട്ടാ. എന്താണ് ഒച്ചപ്പാട്? തേവര പാലത്തിന്റെ അടിയിൽ നിന്നില്ല പിടിച്ച ഇത് ഏതവന്മാര് ഇവന്മാരെ കഞ്ചാവ് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് വിൽക്കാൻ നടക്കുമ്പോഴാണ് പിടിച്ചത്. ആ ആണാടാ. ഇങ്ങോട്ട് മാറുന്നടാ. എടാ റെയിൻബോ തലേ നിന്നോട് പറഞ്ഞ മാറിക്കാൻ. ഞാൻ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കൃത്യമായിട്ട് നീ ഉത്തരം തരണം. നിന്നെ വെറുതെ വിടാം. അതല്ല നീ മുട ഇറക്കാനാണ് നിന്റെ ഭാവങ്ങി. നിന്റെ ഫ്രീക്ക് തലയുണ്ടല്ല അടിച്ച പോർക്കും തലയാക്കും. ഓ കബൂറാക്കല്ലേ സാറേ, ഈ തല വെച്ചാണ് ഞാനിപ്പോ ചിക്കൻ മുന്നിൽ പിടിച്ചിരിക്കുന്നത്. സാർ എന്തു വേണേലും ചോദിച്ചോ, ഞാൻ ഉത്തരം പറയാം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ ഇതെന്താണ് ട്യൂഷൻ ക്ലാസ്സാ? ഡാർക്ക് സീനാണ്ടാ വേണടാ. അതെ സാറേ, രണ്ടും ബുദ്ധിപരമായിട്ട് കുറച്ച് താഴെയാണ്. സാറൊന്ന് മാപ്പാക്കണം. സാറ് ചോദിക്കും, ഞാൻ പറഞ്ഞോളാം. ഈ സാധനം നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇത് ആരാ നിനക്ക് തന്നത്? ഇത് വിറ്റാ നിനക്ക് എത്ര രൂപ കിട്ടും? ഞാൻ വിചാരിച്ചു സാറ് സ്വാതന്ത്ര്യ സമരം കിട്ടിയത് എപ്പോഴാണ് ചോദിക്കുന്നതെന്ന്. അപ്പോഴേക്കും സാറ് കോസ്റ്റ്യൂം മാറ്റിയ. സാറത് എൻ്റെ സാധനം അല്ല. ഇത് വിറ്റ് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാനുള്ള പൈസയും കിട്ടും, ഫുഡ് അടിക്കാനുള്ള പൈസയും കിട്ടും, കൂട്ടത്തിൽ 2 സ്പ്ലിറ്റും കിട്ടും. അല്ലേടാ? അതെങ്ങനെയാടാ പെട്രോൾ അടിക്കാനുള്ള കാശും ഫ്രീ ആയിട്ട് കഞ്ചാവും? സാറേ, ഇപ്പൊ തന്നെ ഉമാർക്ക് ഇവിടെ ഉള്ള എല്ലാവരുടെ മാക്സിമം കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ എനിക്കും നന്നായി കിട്ടിയിട്ടുണ്ട്. നന്നായി. ഇനി ഞാൻ ഈ സാറ് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും സാറ് തല്ലും, പറഞ്ഞില്ലെങ്കിലും സാറ് തല്ലും. ഉറപ്പാണല്ലോ? അങ്ങനെയാണ് സാറേ. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. സാറേ, ഇത് ഉമാരുടെ സ്ഥിരം പരിപാടിയാണ്. വായെടുത്ത കള്ളല്ല ഉമാര് പറയില്ല. സാറേ, ഈ സാറെ വിശ്വസിക്കാൻ പറ്റട്ടാ. തന്ന് പുറത്തു പോയിക്ക്. ആ വണ്ടി ഒന്ന് ഇറക്കിടും. ശരി സാർ. എന്താണ് എന്റെ പ്രശ്നം? സത്യം പറഞ്ഞ ഇടി കുറച്ച് തരുമോ? നീ കാര്യം പറടാ. സാറേ, ഈ തന്നു വിട്ട ഡാവും ഞങ്ങൾക്കൊന്നും തരില്ല. പിന്നെ ഞങ്ങൾ ഓർഡർ കൊടുത്ത് പാക്ക് വാങ്ങി അതിൽ നിന്ന് ഓടിക്കും. പിന്നെ 5 പാക്കണെങ്കിൽ അത് 10 ആയിട്ട് വിൽക്കും ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസയും കിട്ടും, ഫുഡ് കഴിക്കാനുള്ള പൈസയും കിട്ടും. പിന്നെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പെറ്റും കിട്ടും. സാറേ സാറേ ഇത് ഫൗളാ സാറേ. സാറേ ഇത് ഫൗളാ. നീ ധൈര്യമായിട്ടിരിക്കേ, തല്ലില്ലാന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്നെയൊക്കെ ഇവിടുന്ന് വെറുതെ വിടുകയെന്ന് വിചാരിക്കും. നീയൊക്കെ പുറത്തു പോയിട്ട് എന്ത് പണി ചെയ്ത് ജീവിക്കും? സാറേ, ഞാൻ പെയിന്റ് പണിക്കോ സാറേ. എന്നാ ഞാനും പെയിന്റ് പണിക്കോ സാറേ. മൊത്തം നുണയാ സാറേ. ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവും. അങ്ങനെ നുണ പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോകണ്ട. എടോ, ഉമാരുടെ ഒരു കേസൊന്നും ചാർജ് ചെയ്യണ്ട, പറഞ്ഞു വിട്ടേക്ക്. പിന്നെ പുറത്തിറങ്ങുമ്പോഴേ ഈ ട്രാക്കൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ ജീവിക്കും കേട്ടാ. സാറേ, സാറ് സൂപ്പറാണ് കേട്ടോ. സാറ് ഞങ്ങൾ നല്ല ഇടിച്ചെന്നെ ഇവിടുന്ന് വിട്ടെങ്കിലേ ഞങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഇനി ഞങ്ങളൊന്ന് മാറ്റി പിടിക്കാൻ ട്രൈ ചെയ്യും. അല്ലേടാ? അതെ സാറേ. അല്ലേ? കണ്ട സാറേ, നീയൊക്കെ ചെല്ലാൻ നോക്ക്. സാറിന് ഇത് എന്തോ പറ്റിയതാ? എടോ, അവന്മാരെ ഒരു തല്ലി ചോദിച്ചിട്ട് എന്താ കാര്യം? മര്യാദയ്ക്ക് കാര്യം പറഞ്ഞപ്പോൾ അവന്മാർക്ക് മനസ്സിലാകണ്ട. ഇതൊക്കെ ഇത്രേ ഉള്ളൂന്നേ. പിന്നെ താൻ ചോദിച്ചില്ലേ സാറിന് എന്താ പറ്റിയെന്ന്? എന്നാ ട്രാൻസ്ഫർ ഓർഡറാണ്, എല്ലാം ഇമ്മീഡിയറ്റ് ആയിരുന്നു. ഇപ്പോൾ പോട്ടെ എന്നാ. ഓക്കെ, താൻ നാത്തിക്കോ. സാർ, സാറേ, ആ വഴി തന്നെ. ആ കുത്തനെയുള്ള കയറ്റല്ലേ, അത് കയറി ഇങ്ങോട്ട് പോരി. ആ ലാസ്റ്റ് എൻഡിലുള്ള വീട്. ആ സാറേ, ഇതാ ഇവിടെ. കുറേ കാലമായിട്ട് പൂട്ടിയിട്ട വീടാ. പിന്നെ സാറിനായതുകൊണ്ട് മാത്രം ഞാൻ പ്രത്യേകം പറഞ്ഞ് സമ്മതിപ്പിച്ച. ഇത്തിരി വലിയ വീടാണല്ലോ. വലുതായാലും വാടക കുറവൊന്നുമില്ല. വാടക കൂടിയാലും ഗവൺമെന്റ് ജീവനക്കാർക്ക് ഒരു കൊടുക്കുള്ളൂ എന്നൊരു നിർബന്ധം. പിന്നെ സാറ് CA ആയതുകൊണ്ട് അവർക്ക് പൂർണ്ണ സമ്മതമായി. വരി, വലുതുകാലം വെച്ച് കയറിക്കുള്ളൂ. നല്ല ഐശ്വര്യമുള്ള വീടാ. കുറച്ച് ക്ലീനിങ് കൂടെ ബാക്കിയുണ്ട്, അതൊക്കെ ശരിയാക്കാം. മൊത്തത്തിൽ 4 ബെഡ്റൂമാ. 4 അറ്റാച്ച്ഡാ. 2 മേലി 2 താഴെ. മുകളിൽ സാറിന് കാണണമെങ്കിൽ ഞാൻ തുറന്ന് കാണിക്കാം. ഓ, അതിന്റെ ആവശ്യമില്ലടോ. ഒന്നാമത് ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അതൊക്കെ തന്നെ ധാരാളം. എന്നാ അങ്ങോട്ട് പോവാം. എല്ലാ ബെഡ്റൂമിലും വ്യത്യസ്ത പെയിന്റ് അടിച്ചത് അതിന്റെ ഒരു ഹൈലൈറ്റ് സാറേ. വരി.
ബെഡ്റൂമാ. വാ, ഇതാ ബെഡ്റൂം. ആ കൊള്ളാം. അപ്പം ആ റൂം? ഇയാൾ നമ്മളെ സ്വയ്പാകുന്നു തോന്നുന്നു. സാറേ, സാറേ അത് കാര്യമാക്കണ്ട. അത് പഴയ താമസക്കാരിട്ട് പോയതാ. ഞാൻ വേണം മാറ്റിത്തരാം. ഏയ് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വൈഫ് അത്യാവശ്യം തയ്ക്കും, അവൾക്ക് വേണ്ടി ഉപയോഗിക്കാലോ. ഓ, ആ ഇതൊക്കെയാണ്. അപ്പോൾ ബാക്കി പരിപാടി കിടക്കട്ടെ. ഇത് വെച്ചോ, 30 രൂപ അഡ്വാൻസ് ഉണ്ട്. അതെ, 2500 എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. 2 പണിക്കാർ വെച്ചിട്ടേ ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കി. തന്റെ കമ്മീഷൻ പൈസ പിന്നെ തരാം കേട്ടോ. പോട്ടെ. ഈ ബ്രോക്കർ കാശ് വാങ്ങിച്ചിട്ട് വേണം ഇയാൾക്ക് എന്നെ ലോക്കപ്പിലിട്ട് തല്ലാൻ. ചമുക്ക് സാറേ ഇതല്ല അപ്പുറത്ത്. ഇതാണ്. ആ ഓക്കെ സാറേ, ആ 4ാമത്തെ പേജ്. ഇതെന്താ സംഭവം? എന്താണ് ഉമ്മാരുടെ പേരിലെ കേസ്? മോഷണ കേസാണ് സാറേ. ഇന്നലെ രാത്രി 90 മുതലായിട്ട് പൊക്കിയതാണ്. അതിന്റെ പാതി അവർ തന്നെ തിന്നു. ഒരു നാനേ നല്ല തടിയുണ്ടല്ലോടാ, വല്ല പണിയെടുത്ത് ചോദിച്ചൂടെ? ഞങ്ങക്ക് പണിക്ക് പോകാൻ കഴിയില്ല സാറേ. അതെന്താ? പറയട്ടെ. ഇവന്റെ 2 കിഡ്നിയും പോയതാണ് സാറേ. എൻ്റെ ഒരു കിഡ്നി എടുത്തിട്ടാണ് ഞാൻ ഇവന് കൊടുത്തത്. അതെ സാറേ, അതുകൊണ്ട് ഭാരപ്പെട്ട ഒരു പണിക്കും പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല സാറേ. ഞങ്ങളുടെ അവസ്ഥ സാറ് മനസ്സിലാക്കണം. സാറേ, ഇത് ഇവന്മാരുടെ സ്ഥിരം നമ്പറാണ് സാറേ. ഇവന്മാർ നമ്മുടെ പോലീസിന്റെ മോഷണ ലിസ്റ്റിൽ സ്ഥിരമുള്ളവരാ. എന്തായാലും കഷ്ടപ്പെട്ട് ഇത്ര തിന്നതല്ലേ, ബാക്കിയും കൂടി തിന്നിട്ട് പയ്യെ പോയാൽ മതി. ആനയെ മാനക്കാരൻ. സാറേ, ആ വാടോ. സാറേ ഞാൻ വിനീത്. ആ ഫസ്റ്റ് പോസ്റ്റിംഗ് ഈ സ്റ്റേഷനാണ്. പിന്നെ ഇതെൻ്റെ ഹോം സ്റ്റേഷൻ കൂടിയാണ്. ആ കൊള്ളാലോ. ആദ്യത്തെ ഡ്യൂട്ടി തന്നെ സ്വന്തം നാട്ടിൽ. അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തനിക്കറിയാം. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്കറിയാം സാർ. ആ പ്രത്യേകിച്ച് തലവേദന കേസിലൊന്നും വരാറില്ല. ഇടയ്ക്ക് വല്ല കളവ് കേസ്, വാഴയ്ക്ക മോഷണം, അതിർത്തി തർക്കം, കൂടോത്രം, വല്ലപ്പോഴും ഒരു പിടിച്ചു പറയും, അങ്ങനെ ചെറിയ കേസുകളൊക്കെ ഉള്ളൂ. പിന്നെ ഈയിടെയായിട്ട് വീടുകൾ കേന്ദ്രീകരിച്ച് ചെറിയ മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അമ്മാരാണെ പിടുത്തം കിട്ടിയിട്ടില്ല. ഫോൺ എടുക്കണോ? ആ സാർ, ഒരു മിനിറ്റ്. ഹലോ, എപ്പോ? വിലപിടിപ്പുള്ള എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യും, ആ മുറിയൊക്കെ പൂട്ടിയിട്ടേക്ക്. ഞങ്ങളിപ്പോൾ തന്നെ വരാം. ശരി. എന്താടോ? സാറേ, ഞാൻ പറഞ്ഞില്ലേ ആ വീട് കയറിയുള്ള മോഷണത്തെക്കുറിച്ച്? ആ അവരടുത്ത വീട്ടിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ടില്ല സാറേ. എന്തായാലും ഞാനും വരാം, കാരണം ഇന്ന് വന്ന ദിവസമല്ലേ. ബാ എനിക്ക്. എന്താടോ പേര്? ഡേവിഡ്. ഇതൊക്കെ നിങ്ങളുടെ സ്ഥലമാണോ? അതെ സാറേ. വാ വാടോ. ആ അത് ആ വീട്ടിൽ വേറെ ആളായിപ്പോയി. അത് ഞാൻ വേറെ ശരിയാക്കി തരാം. ശരി ശരി. എന്തോക്കി അകത്ത് തുറക്കടാ. ആ വേഗം ഇറക്കാൻ നോക്ക് ചെങ്ങായി. ഇറക്കൻ്റെ ആശാനെ. ഓ,
ഡേയ് എന്ത് കാണിച്ചോണ്ടിരിക്കണേന്ന് ചൊറഞ്ഞോണ്ടിരിക്കാണ്ട് പെട്ടെന്ന് എടുക്കടാ